എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് എൻ്റെ വീട്ടിൽ നിന്നും ഒരു 15 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കോളേജിലാണ്. അന്ന് ബസ് യാത്ര സർവീസ് വളരെയധികം കുറവായിരുന്നു. എനിക്ക് കോളേജിൽ രാവിലെ 10 മണിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, ക്ലാസ്സിൽ 10 മണിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം 40 മിനിറ്റ് യാത്ര. ആ 40 മിനിറ്റ് ഒരു 30 മിനിറ്റ് യാത്രയും പിന്നെ ഒരു 10 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസും ഉണ്ട്. അതാണ് ഞാൻ 40 മിനിറ്റ് യാത്ര എന്ന് പറഞ്ഞത്. ഈ 40 മിനിറ്റ് യാത്ര 10 മണിക്ക് ഞാൻ കോളേജിൽ എത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്നും 9:20 ബസ് കിട്ടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ 9:20 ബസ് ഉണ്ടായിരുന്നില്ല. പകരം 9:30 ഒരു ബസ് ഉണ്ടായിരുന്നു, 9 മണിക്കൊരു ബസ് ഉണ്ടായിരുന്നു, 8:30 ഉണ്ടായിരുന്നു, 8 മണിക്കുണ്ടായിരുന്നു. അപ്പോൾ 9:30 ബസ്സിൽ പോയിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 9 മണിക്കുള്ള ബസ്സിൽ പോയാൽ ഒരു 20 മിനിറ്റ് മുന്നേ ഞാൻ കോളേജിലെത്തും. ഓക്കെ, ഫീസിബിളാണ്. അപ്പോൾ ഞാൻ ആദ്യ ദിവസം 9 മണിക്കുള്ള ബസ്സിൽ കയറാൻ തന്നെ തീരുമാനിച്ചു. 9 മണിക്കുള്ള ബസ്സിൽ കയറാൻ വേണ്ടി ഞാൻ ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുകയാണ്. എന്നെപ്പോലെ തന്നെ ടൗണിലേക്ക് പോകുവാൻ, കോളേജുള്ള ആ ടൗണിലേക്ക് പോകുവാൻ ഒരുപാട് ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ബസ് വന്നത് തന്നെ നല്ല തിരക്കിലായിരുന്നു. ആ ബസ്സിനകത്തും തിരക്കുണ്ടായിരുന്നു, ഇവിടെ നിന്നും കയറാനും നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് സ്വാഭാവികമായിട്ടും എല്ലാ ഓഫീസുകൾക്കും എല്ലാ ആളുകൾക്കും സംഭവിക്കുന്നതാണ്. ആ സമയത്തുള്ള ബസ്സിൽ തിരക്കുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എങ്ങനെയൊക്കെയോ ആ ബസ്സിൽ കയറിപ്പറ്റി. ആ അരമണിക്കൂർ യാത്ര വളരെയധികം ദുരിതപൂർണമായിരുന്നു. ഉള്ളിലേക്ക് തള്ളലും വണ്ടി മുമ്പോട്ടായുമ്പോഴെല്ലാം ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകലുമായി വിയർത്ത് കുളിച്ചാണ് ഞാൻ എൻ്റെ ടൗണിലെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതും പിന്നീട് 10 മിനിറ്റ് നടന്നതും. അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ തീരുമാനിച്ചു, ഈ 9 മണിക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുന്നത് ദുരിതമാണ്, അതുകൊണ്ടത് വേണ്ട എന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം മുതൽ 8:30 ബസ്സിൽ പോവാം എന്ന് തീരുമാനിച്ചു. 8:30 ബസ്സിൽ കയറാൻ ശ്രമിച്ചപ്പോഴും ഏകദേശം ഇത് തന്നെയായിരുന്നു അവസ്ഥ. നല്ല തിരക്കുണ്ടായിരുന്നു. അന്നും ഞാൻ കുറച്ച് അനുഭവിച്ചു. അതിനടുത്ത ദിവസം ഞാൻ ആലോചിച്ചു, 8 മണിക്ക് പോയാലോ. 8 മണിക്ക് പോകാനുള്ള ബസ്സിൽ അങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് മണ്ടത്തരമാണ്. കാരണം ഞാൻ അവിടെ 8:30 തന്നെ എത്തും, കോളേജിൽ ആരും ഉണ്ടാവുകയില്ല. 1.5 മണിക്കൂർ മുന്നേ കോളേജിലെത്തിയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ആ ചിന്ത ഉപേക്ഷിച്ചു. 8:30 മണിക്കുള്ള ബസ്സിലും തിരക്കുണ്ട്, 9 മണിക്കുള്ള ബസ്സിലും തിരക്കുണ്ട്. എന്നാൽ പിന്നെ 9 മണിക്കുള്ള ബസ്സിൽ തന്നെ പോയേക്കാം. എന്നാൽ പിന്നെ കറക്റ്റ് സമയത്തിന് 20 മിനിറ്റ് മുന്നേ 20 മിനിറ്റ് മുന്നേ കോളേജിലെത്തുമല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് അവസാനം എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. 9 മണിക്കുള്ള ബസ്സിൽ തന്നെ കയറി, എല്ലാ ദിവസവും അതിൽ തന്നെ കയറി യാത്ര ചെയ്തു. ഒരാഴ്ച, ആദ്യത്തെ ഒരു 4-5 ദിവസം നല്ല തിക്കും തിരക്കും ശ്വാസം മുട്ടലും എല്ലാം ഉണ്ടായിരുന്നു. ഒരാഴ്ച കണ്ടിന്യൂസ് ആയി യാത്ര ചെയ്ത ശേഷം പതിയെ ആ ബസ്സിൽ തന്നെ നിരന്തരം യാത്ര ചെയ്യുന്ന, എല്ലാ ദിവസവും എൻ്റെ സമയത്ത് തന്നെ യാത്ര ചെയ്യുന്ന 4-5 പേരുമായി നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുവാൻ സാധിക്കുകയും ഈ അരമണിക്കൂർ നേരം ഞങ്ങളുടെ യാത്ര തമാശ പറഞ്ഞ് വളരെയധികം എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരു സാഹചര്യം പതിയെ ഉണ്ടാവാൻ തുടങ്ങി. അതായത് 1, 2, 3, 4 ദിവസം വളരെയധികം ദുരിതപൂർവമായ യാത്ര എന്ന് പറഞ്ഞിരുന്ന അതേ ഞാൻ പിന്നീട് അതേ ബസ്സിൽ, അതേ തിരക്കിൽ, അതേ തിക്കിലും തിരക്കിലും എൻജോയ് ചെയ്ത് യാത്ര ചെയ്യുവാൻ തുടങ്ങി എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യത്തിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ഉണ്ടാവും. നമ്മളൊരു സാഹചര്യവുമായി പൊരുത്തപ്പെടുവാൻ ഒരല്പം ബുദ്ധിമുട്ടുന്നു, എന്നാൽ നമ്മളെല്ലാവരും പൊരുത്തപ്പെടുന്നു. പൊരുത്തപ്പെട്ടതിന് ശേഷം വീണ്ടും ആ സാഹചര്യം എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് വീണ്ടും പറയുന്നതിന് പകരം ഏതായാലും പൊരുത്തപ്പെട്ടു, ഇനി അതിന് ഞാൻ എൻജോയ് ചെയ്തേക്കാം എന്ന് പറയുന്നതിലാണ് നമ്മുടെ സക്സസ് ഒളിഞ്ഞു കിടക്കുന്നത്. അതായത് സാഹചര്യത്തെ കൃത്യമായി മനസ്സിലാക്കി ആ സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് അതിൽ എൻജോയ് ചെയ്ത് സന്തോഷിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ നിങ്ങൾ തീർച്ചയായും ഉയരങ്ങളിലെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.